കുമ്പളങ്ങിനേറ്റില് പുള്ളിയുണ്ട്. കേട്ടോ വിറ്റ് വരട്ടെ. ഈ ഒരു കവര് കാണിക്കാൻ കൊണ്ട് അതിന് കവരായി ഒരു ചന്ദ്രലേഖരുണ്ട്. സെക്കൻഡ് കിണ്ടാണ്ടോ പുള്ളിനെ കേസ് പറഞ്ഞപ്പോ പിന്നെ പുള്ളിക്ക് ചെമ്മയില്ലടാ. മാസ്റ്ററിലെ വിജയ് സേതുപതി. നേരത്തെ പറഞ്ഞില്ല ഇംഗ്ലീഷ് മൂവി നല്ല വാച്ച് ചെയ്യും. പുള്ളിയാണ് ആദ്യമായിട്ട് എനിക്ക് മമ്മിയൊക്കെ കിട്ടുന്നത്. അതവന്റെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മമ്മി നല്ലടാ. എന്തെടാ വിളിച്ച് പറയണത്? പുള്ളി മമ്മിയൊക്കെ എനിക്ക് പറയളിയാ ധൈര്യമായിട്ട്. ഞാൻ പൊക്കണനുസരിച്ച് എനിക്ക് മറ്റേ വടച്ചെന്നെ ആ ഒരു ടൈപ്പ് ധനുഷാണോ? ചെന്നൈ ചെന്നൈയാ ചുരുളിയിലെ അതിനകത്തുള്ള ക്യാരക്ടറുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചുരുളി ചുമ്മാ ഇരുന്ന് കാണും. അതുപോലെയാണ് സ്വഭാവം. അല്ല എനിക്ക് അങ്ങനെ ഡ്രീം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ധനുഷിന്റെ അല്ലല്ല ധനുഷിന്റെ പുള്ളി ചെയ്യൂല അങ്ങനെയുള്ള ക്യാരക്ടർ ഭയങ്കര അത് ചേരും, അത് ചേരും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. അങ്ങനെ ഒരു ഡ്രീം ക്യാരക്ടർ ഒക്കെ ഉണ്ടോ? സൂപ്പർ ഹീറോ ആവണം, നല്ലൊരു ക്യാരക്ടർ ചെയ്യണം. തമിഴ് ചെയ്യണം. തമിഴില് നല്ലൊരു ഇത് ചെയ്യണം. മുഖത്ത് നോക്കി ഭയങ്കര ആഗ്രഹമുണ്ട്. ഉത്തരം പറയണോ? സൂപ്പർ ഹീറോ അല്ല, നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും എന്റെ മോശം ക്യാരക്ടർ ചെയ്യാൻ പറയും. ഒന്ന് ഇപ്പൊ ഈ അന്യനിലെ പ്രകാശ് രാജൊക്കെ പോലെ ഒന്ന് കിട്ടും വെള്ളം അതിനുള്ള ഉണ്ടാക്കുന്നു. ഒന്നുമില്ല, നല്ല ചാടി രീതിയിൽ ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് പോകണം. അത്ര ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്. നല്ലൊരു ആഗ്രഹം പറ, ഇന്ന പടത്തിൽ ഇന്ന ക്യാരക്ടർ പോലെ അങ്ങനെ ഒരു ഒരെണ്ണം പറ. ഇവിടെ പറയളിയാ ധൈര്യമായിട്ട്. അല്ല, ഞാൻ പൊക്കണനുസരിച്ച് വിജയ് സേതുപതി അങ്ങനെയൊക്കെ അങ്ങനെ റെഫറൻസ് പറ. എനിക്ക് മറ്റേ വടച്ചെന്നെ ആ ഒരു ടൈപ്പ്. വടച്ചെന്നൈയിൽ ആരെ? ധനുഷാണോ? അതൊരു ചെന്നൈ ചെന്നൈ ആയിട്ട് ആ ടൈപ്പ് ക്യാരക്ടർ ധനുഷിന്റെ കൂടെ നടന്ന ടീമുണ്ട്. അതായിട്ടൊക്കെ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ഉടനെ കിട്ടും കേട്ടോ. അങ്ങനെ ഡ്രീം ക്യാരക്ടർ ഉണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. സ്വപ്നം സ്വപ്നം ഉണ്ടാവുമല്ലോ, ഇന്ന ക്യാരക്ടർ. പുള്ളി നല്ല ആക്ടറാണ്. പുള്ളി സിനിമ കെട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും. പറഞ്ഞോ. നല്ലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അല്ല സൂപ്പർ ഹീറോ ടൈപ്പ്. അതിന് സൂപ്പർ ഹീറോ പുള്ളിക്ക് വേണ്ടി മാത്രം എടുത്ത് വെച്ചേക്കുന്നത്. അല്ല, സൂപ്പർ പുള്ളിയാണ്. നേരത്തെ ബീഫ് ബിരിയാണി കഴിക്കുമ്പോൾ ഒരു പീസ് കൊടുത്തു പുള്ളി. അതിന്റെ എടുത്തത് എന്നാ അത് കട്ട് ചെയ്തേ. പറ ഡ്രീം ക്യാരക്ടർ. ഡ്രീം ക്യാരക്ടർ ജുറാസിക് പാർക്കിലെ പുള്ളി. അല്ലല്ല, അത് ചുമ്മാ. അല്ല എനിക്ക് അങ്ങനെ ഡ്രീം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ധനുഷിന്റെ പുള്ളി ചെയ്യൂല അങ്ങനെയുള്ള ക്യാരക്ടർ ഭയങ്കര അത് ചേരും. ഞാൻ വിചാരിച്ചു വേറെ വല്ല പറയും. ധനുഷിന്റെ അസുരൻ. നീ അസുരൻ. നീ അസുരൻ. പറയൂ, ഡ്രീം ക്യാരക്ടർ പറയൂ. അങ്ങോട്ട് വന്ന് എനിക്ക് ശക്തിമാൻ. അതെ, ജനുവിനോട് പറയാം. ഞാൻ കറങ്ങി ചേരും. സൂപ്പർ ഹീറോടെ കൊടുത്ത് എനിക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനാണ് ഇഷ്ടം. അല്ല, എനിക്ക് അങ്ങനെ കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് നന്മ ഉള്ള അങ്ങനെ വലിയ താല്പര്യമില്ല. നെഗറ്റീവ് ഷെയ്ഡ്സ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ്. ഭാഷയിലേക്ക് വരാൻ ആ ലീഗാണോ? അല്ല, അത്രയും ലീഗ് പോണ്ട. മാസ്റ്ററിലെ വിജയ് സേതുപതി അങ്ങനത്തെ ഇഷ്ടവും. അത് ഇഷ്ടം. പുള്ളി അത് പറഞ്ഞത് ഞാൻ വെട്രിമാന്റെ ഹ്യൂജ് ഫാനാണ്. അപ്പൊ
പുള്ളിയുടെ പടത്തിൽ അത് മലയാളത്തിൽ നിന്നൊരു പുള്ളിയെ വിളിച്ച് അതുകൊണ്ടാണ് ഈ വെട്രിമാരൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ. വേറെ 2 പടം പറഞ്ഞാ പുള്ളിനെ വടച്ചനെ അല്ലാതെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? വടച്ചനെ അല്ലാതെ ഇഷ്ടപ്പെടാം ദശാവതാരം ഇഷ്ടമാണ്. വെട്രിമാരന്റെ ദശാവതാരം വെട്രിമാരന്റെ അല്ല, നീ വെട്രിമാരനെ ചോദിച്ചാ വെട്രിമാരന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞ ഇവരെല്ലാം കള്ളന്മാര്. അത് കാണാം. ഒന്ന് പറ. എവിടെയെങ്കിലും പോയില്ലേ? വെട്രിമാരന്റെ മറ്റേ നമ്മുടെ വിജയ് സന്ധ്യയുടെ പടമല്ലേ, സൂര്യൊക്കെ ആക്ടർ സൂര്യ, ആ പടം ഇഷ്ടമാണ്. വിടുതലൈ വിടുതലൈ 1 ആണോ വിടുതലൈ 2 ആണോ? ഇഷ്ടമാണ്. വെട്രിമാരൻ മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെട്രിമാരന്റെ മേക്കിംഗ് ഏറ്റവും ഇഷ്ടം? ഒരു തമിഴുണ്ട്, വടച്ചേരി തന്നെ വേറെ ലാംഗ്വേജ്, മലയാളത്തിലാണ്. ആ സ്ലാങ് കൂട്ടി പറയട്ടെ. ശക്തിമാൻ അങ്ങോട്ട് വരും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതായത് ഭയങ്കര റോ ആയിട്ട് അതിനാണ് ഈ കിടന്ന് കഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞു ഭയങ്കര റോ ആയിട്ട് ഭയങ്കര റിയൽ ആയിട്ട്. ശരത്തൊരു ഇന്റർവ്യൂല് എത്ര ആക്റ്റീവ് ആയിരിക്കും. അത് വിഷ്ണുവിന്റെ പിടി കേട്ടാ. അല്ല പറയൂ. ഞാൻ മാസ്റ്ററിലെ വിജയ് സേതുപതി. ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡയറക്ടർ ലോകേഷ് കനകരാജ. അയ്യോ അങ്ങനല്ല, അങ്ങനെയല്ല. അല്ല അങ്ങനെ എനിക്ക് മലയാളത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാ? നീ അന്ന് പറഞ്ഞ ഡയറക്ടർ പേര് പറഞ്ഞത്? അയ്യോ പെട്ടെന്ന് ചോദിച്ചു, ഓരോ മാറിക്കൊണ്ടിരിക്കും പുള്ളിക്ക്, മറന്നുപോയി. ഓപ്ഷൻസ് തരണോ? ഓപ്ഷൻസ്: അമൽ നീരത്ത്, അൻവർ ഷീദ്, ലിജു പല്ലിശ്ശേരി, ആഷിഖ് അബു, ദിലീഷ് പോത്തൻ. ദിലീഷ് പോത്തനെ ഇഷ്ടമാണ്. അല്ല മറന്നുപോയല്ലോ കേട്ടോ, ദിലീഷ് പോത്തനെ ഇഷ്ടമാണ്. എന്താ ദിലീഷ് പോത്തനിൽ പെക്യുലിയർ ആയിട്ട് ഇഷ്ടമുള്ള കാര്യം? പെക്യുലിയറാ ദിലീഷ് പോത്തന്റെ. ദിലീഷ് പോത്തൻ മാത്രം പെട്ടെന്ന് പുള്ളി ചാൻസ് ഒക്കെ തരാൻ വിളിക്കുക. എന്തിനാണ് ഇത് പറയണത്? ദിലീഷ് പോത്തന് മാത്രം ഇഷ്ടമുള്ള കാര്യം മാത്രമല്ല, ദിലീഷ് പോത്തന്റെ 90 എല്ലാ പടവും. ജോജി ഇഷ്ടമാണ്, മഹേഷിന്റെ പ്രതികാരം ഇഷ്ടമാണ്, എല്ലാ പടവും ഇഷ്ടമാണ്. ദിലീഷ് പോത്തനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ രണ്ടു പറ. വിപിൻ ദാസ്, നമ്മുടെ വാഴയുടെ ഇഷ്ടമാണ്, പുള്ളി ഇഷ്ടമാണ്. എല്ലാരും ഇഷ്ടമാണ്. കാരണം പറയാൻ എനിക്ക് അങ്ങനത്തെ മേക്കിംഗ് ആണ് ഇഷ്ടം. എനിക്ക് കുറച്ച് നാടൻ മേക്കിംഗ്. നാടനല്ല, അങ്ങനെയല്ല, കുറച്ചുകൂടെ ലേയേഴ്സ് ഉള്ള ക്യാരക്ടർ. ലിജോസ് പല്ലിശ്ശേരിയുടെ ഈ മയോലൊക്കെ ലിജോസ് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള. ലിജോസിന് ഇഷ്ടമാണ്, പുള്ളി ഇഷ്ടമാണ്. പുള്ളിയോട് ചോദിക്കും പുള്ളി ഇങ്ങനെ പറഞ്ഞോ അങ്ങനെ ചെയ്ത് ഈ ക്യാരക്ടർ പോലെ ചെയ്യണം അങ്ങനെ തോന്നിയ ഏറ്റവും ഇഷ്ടം ഒരു പടം കണ്ടിട്ട് ഈ അടുത്ത് ഭയങ്കര വർക്കായ ഒരു ക്യാരക്ടർ ഏതാ? ഇപ്പൊ പൊന്മാനിലെ ബേസിൽ അങ്ങനെ അങ്ങനെ വർക്കായ. പിന്നെ അതിന് മുന്നേ ചുരുളീര, അതിനകത്തുള്ള ക്യാരക്ടറുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചുരുളി ചുമ്മാ ഇരുന്ന് കാണും. അതുപോലെയാണ് സ്വഭാവം. 2 ദിവസം 3 ദിവസം കൂടെ കാണുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അതുപോലൊരു സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇംഗ്ലീഷ് മൂവി നല്ല വാച്ച് ചെയ്യും. പുള്ളിയാണ് അതായിട്ട് എനിക്ക് മമ്മിയൊക്കെ കിട്ടുന്നത്. അതവന്റെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അത് ഇംഗ്ലീഷ് മൂവി. മമ്മി മലയാളം ഇഷ്ടമല്ല. മമ്മി നല്ലടാ. എന്തിനാ വിളിച്ച് പറയണത്? പുള്ളി മമ്മിയൊക്കെ എനിക്ക് അല്ല പുള്ളിയോട് നല്ല ഞാൻ പ്രൊഡക്ടറൊക്കെ ഫസ്റ്റ് കാണാൻ പുള്ളി കാസറ്റ് നിന്നെ വിളിച്ചോട്ട് കാണിച്ചു പ്രൊഡക്ടറെ. അപ്പൊ എനിക്ക് ആ പുള്ളിക്ക് ആ പണ്ടേ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ചായവല്ല ഒരു ഇത് അറിയാം പുള്ളിക്ക്. പുള്ളി നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഒരു പ്രേംജിത്ത് എന്ന് പറയുമ്പോൾ, പുള്ളി കൊറിയൻ പടത്തിന്റെ ആളാണ്. ഏറ്റവും അധികം റീവാച്ച് ചെയ്ത മലയാളം പടം ഏതാ? വെട്ടമാണ് ഏറ്റവും ഫേവറേറ്റ് പടം, ഏറ്റവും ഇഷ്ടം. ഇപ്പോഴും കാണും, വന്നാലും ചേർന്ന് കാണും. വെട്ടം ഇല്ലേ പറഞ്ഞു. ഡ്രീം ക്യാരക്ടർ പറഞ്ഞു. ഡ്രീം ക്യാരക്ടർ ഇത്ര നേരം കിട്ടിയില്ല ആലോചിക്കാൻ. നീ പറഞ്ഞു ഇംഗ്ലീഷ് ഒരു ക്യാരക്ടർ പറയും. പുള്ളി ദിഗംബരനെ കൊടുക്കുക അടിപൊളിയായിട്ട് പറ. ഒരു ഡ്രീം ക്യാരക്ടർ പറ. ഈ ഇത്രയും കാലം കണ്ട സിനിമകളിൽ ഇതുപോലെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയെങ്കിൽ ഭയങ്കര നല്ലായിരുന്നു.
അങ്ങനെ ഫീൽ ചെയ്ത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റൂല അത്രയും പൊന്മാനിലെ പൊന്മാനിലെ ബേസിൽ അത് ഞാൻ പറഞ്ഞല്ലേ. അല്ല അത് എനിക്ക് ഇഷ്ടമാണ്. അത് പറ്റില്ല. ആ കാരണം ബാക്കിയെല്ലാം വലിപ്പിക്കും പുള്ളി. ആ പൊന്മാന്റെ ആ ക്യാരക്ടർ വരുന്നുണ്ട് പുള്ളി അത് പറഞ്ഞു മാസ്റ്ററിലെ വിജയ് സേതുപതി നേരത്തെ പറഞ്ഞില്ല ചെവരി ഇടിക്കുന്ന സീൻ. പുള്ളി മറ്റേ ഈ സിനിമയിലുണ്ടല്ലോടാ ദിലീഷ് പത്തന്റെ ദിലീഷ് പത്തന്റെ അല്ല ഷൈനികത്തിന്റെ പടം ഉണ്ടായിരുന്നല്ലോ സൗബിന് ചേട്ടാന്ന് എന്നാന്ന് ചേട്ടാ കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സിൽ പുള്ളി ഉണ്ട്. പറ കേക്കട്ടെ വിറ്റ് വരട്ടെ. ഈ കവര് കാണിക്കാൻ കൊണ്ട് അതിന് കവരായിട്ട് ഒരു ചന്ദ്രലേഖനുണ്ട് ചിക്കന് കിണ്ടാണ്ടോ പുള്ളിയുടെ കേസ് പറഞ്ഞപ്പോ പിന്നെ പുള്ളിക്ക് ചെമ്മയില്ലടാ. ഉണ്ടോ കേട്ടാ ചെമ്മ ഉണ്ട്. പകുതി ചുമ ഉണ്ട് ഇന്റർവ്യൂ ടൈഗർ ബം വേണോ? തീർന്നപ്പോഴാണ് ഇന്റർവ്യൂ തീർന്നപ്പോ കിട്ടിയിട്ട് മുമ്പേ പറഞ്ഞത് പുള്ളി പിടിച്ചിരുന്നു. അങ്ങനെ അല്ല ക്യാരക്ടർ ചോദിച്ചില്ല പുള്ളിയോട്. ഇതുവരെ വലിയ പറഞ്ഞു പൊന്മാനിലെ ബേസില് ആണ് ഇഷ്ടം, പക്ഷെ പുള്ളിക്ക് അതിനുള്ള കഴിവില്ല. അല്ല അതിപ്പോ യാതൊരു കഴിവുള്ളല്ലേ, ഇഷ്ടമുള്ള ക്യാരക്ടർ പറയാ. കഴിവ് നമ്മളൊക്കെ കഴിവുണ്ടായിട്ടാ പുള്ളിയൊക്കെ ദരിഷത്ത് പറഞ്ഞു. അതിന് കുഴപ്പമില്ല, കഴിവില്ല. അത് ഞാൻ വിജയ് സേതുപതി പറഞ്ഞു അത് കഴിവ് നോക്കണ്ട, ഇഷ്ടമുള്ള ക്യാരക്ടർ. ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. അന്യം 3 റോളിലും കൊണ്ടുപോകും. പക്ഷെ ഒരു റോളി വന്ന് തെറ്റിക്കാതെ എഴുതിയിട്ട് ഇല്ല ചുമ്മാ പറഞ്ഞെ. എനിക്ക് ചുരുളിയിലൊക്കെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ജോജു തളർന്നു കിടക്കുന്ന അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്യും. കമത്തി കിടന്നോ, തളർന്നിട്ട് കമത്തി കിടന്നോ, കണ്ണിൽ തിളങ്ങിക്കൊണ്ടുവരൂലേ കട്ടിന്റെ ഭാഗത്തെ തല സൗണ്ട് കേൾപ്പിച്ചോണ്ടിരുന്നു. നല്ലൊരു ക്യാരക്ടർ പറയാ. പറഞ്ഞല്ലോ ചുരുളിലെ സൗബിൻ കിടക്കുന്ന സൗബിൻ. സൗബിന് കൊള്ളാം. പിന്നെ നമ്മുടെ വിനയ് ഫോർട്ട് ചെയ്ത റോൾ ഒരെണ്ണം പറഞ്ഞാൽ മതി. പുള്ളി അഭിപ്രായം പറയണ്ട പടത്തിനെ പറ്റി. ഒരു ഇഷ്ടമുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാരണമല്ലേ അതല്ല നമ്മൾ ഇതിനെ ഇഷ്ടപ്പെടാതെ പറഞ്ഞത്. ഇഷ്ടപ്പെടാനുള്ള കാരണം തോന്നുന്നു വിജയ് സേതുപതി ആയോണ്ട്. അത് പിന്നെ നീ വന്ന് ഇഷ്ടപ്പെടുവോ? വീട്ടില്ല അല്ലേ പോയി ഇത്രയും നേരം പോയി. സോറി പുള്ളി പറഞ്ഞ വിനയ് ഫോർട്ട് ഒക്കെ ചെയ്ത അങ്ങനത്തെ ക്യാരക്ടറുകളാണ് ഡ്രീം ആർക്ക് വേണം വടച്ചനയിൽ ആരാ ആവണം? നിങ്ങക്ക് ധനുഷ് ആവണോ? ഇല്ല, ധനുഷിന്റെ ഓപ്പോസിറ്റ് ഇല്ല. അതാര് ഓപ്പോസിറ്റ് ഇല്ല. സമുദ്രകന്യ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ല. അങ്ങനത്തെ ആ ഒരു ക്യാരക്ടർ വടച്ചനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. നമ്മൾ തമിഴിലോട്ട് ഉടനെ പോകും. വിസാരടയില്ല അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല ഇത് പറയാൻ പറ്റില്ല. ഇപ്പൊ മറ്റേ അത് പറയാൻ പറ്റാത്ത അല്ല നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് അറിയായിരുന്നു. ഇംഗ്ലീഷ് അറിയാണ്ട് രക്ഷപ്പെട്ടു. അതിപ്പോ ശക്തിമാൻ ആവശ്യത്തിലത്തെ തമിഴല്ലേ ഇപ്പൊ ശക്തി. ആവേശത്തിലത്തെ രണ്ടാമത്തെ ക്യാരക്ടർ ചെയ്ത പയ്യനല്ലേ, ഹിപ്സ്റ്റർ അല്ലാതെ. അവൻ ഇതുപോലെ ട്രിവാൻഡ്രത്ത് റീൽസ് ചെയ്തിരുന്നതല്ലേ, ബിപിൻ. ആളിപ്പോ തമിഴിലെ മെയിൻ ഒരു ലീഡ് ആക്ടറായിട്ട് വന്നുകൊണ്ടിരിക്കല്ലേ. അതുപോലെ ഇപ്പൊ നിങ്ങളൊക്കെ ആരെന്താവും നമ്മൾ കണ്ടില്ലല്ലോ. ചിലപ്പോ ഇദ്ദേഹം വിജയ് സേതുപതി പോലെ ചിലപ്പോ ഭാവിയിൽ ഇദ്ദേഹത്തിന്റെ പേരിങ്ങനെ ടൈറ്റിലൊക്കെ ഇങ്ങനെ എഴുതി വന്ന് മാഷപ്പ് ഒക്കെ വരുന്ന ഒരു ഭാവി ഉണ്ടാവുമായിരിക്കും. ആരെ കൊച്ചാക്കി കാണേണ്ട കാര്യം. അല്ല ഞാൻ സീരിയസ് ആണ്, വളരെ സീരിയസ് ആണ്. ഇതിൽ അത്യാവശ്യം ലെങ്ത് ഉള്ള റോൾ ചെയ്തത് പുള്ളിയാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ. അവൻ സിനിമയൊക്കെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ വ്യസന സമയത്തൊക്കെ കണ്ടു നോക്കിയാൽ മതി, അടിപൊളിയായിട്ട്. അടിപൊളി റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അടുത്തൊരു ബിപിചേട്ടൻ വിളിക്കില്ല പറഞ്ഞു, അതെനിക്ക് അറിഞ്ഞൂടാ. ബീഫ് എടുത്തോണ്ടല്ല. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സമയത്തിന് ഞാൻ ഈ കൺക്ലൂഷൻ പറയട്ടെ. കൺക്ലൂഷൻ ആണ് നേരത്തെ പറഞ്ഞോ. 8ാമത്തെ കൺക്ലൂഷൻ. ഇത്രയും കൺക്ലൂഷൻ ആയിട്ട് കരിയറിൽ പറഞ്ഞിട്ടില്ല.
എല്ലാവരുടെയും സമയത്തിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും മുഖങ്ങൾ മലയാള സിനിമയിൽ ഉടനെ തെളിഞ്ഞു വരട്ടെ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ. ഒരുപാട് നന്ദി. നമസ്കാരം. അടിപൊളി. താങ്ക് യു. ഉഷാർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.